കുളി കഴിഞ്ഞ് നീ വേഗം വന്നല്ലോ മോളെ, നന്നായി. നീയാണോ അതോ കമറുദ്ദീനാണോ ഭാഗ്യം ചെയ്തെന്ന് തീർത്തു പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല മോളെ. ഈ തറവാട്ടിൽ ഇന്ന് കാണുന്ന സ്വത്തും അന്തസ്സുമൊക്കെ കമറുദ്ദീന്റെ ജനനത്തിന് ശേഷം ഉണ്ടായതാണ്. വളരെ വാത്സല്യത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടി അവനെ വളർത്തി. ഒരു ഡോക്ടറുടെ ശ്രദ്ധക്കുറവ് മൂലം ചെറുപ്പത്തിലെ അവന്റെ കൈകൾക്കുള്ള ശക്തി നഷ്ടപ്പെട്ടു. എത്രയോ ശ്രമിച്ചു നോക്കിയിട്ടും അവൻ ആ സൂക്കടിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവന് ശക്തിയില്ല. മകനാണെങ്കിലും ഒരു പരിധിവരെയല്ലേ എനിക്കവനെ പരിചരിക്കാൻ പറ്റൂ. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിൽക്കുന്ന സുലൈമാനാണ്. ഇനി മുതൽ നീ വേണം അതൊക്കെ നോക്കാൻ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇനി ഇക്ക വിഷമിക്കാൻ ഞാൻ ഇടവരുത്തില്ല. ഈ ചായ കൊണ്ട് കൊടുക്ക് മോളെ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് അവന് ഇഷ്ടമല്ല. അതെല്ലാം നീ അവന്റെ മുറിയിൽ വെച്ച് തന്നെ കൊടുക്കണം. കല്യാണം പൊടി പൊടിച്ചു കേട്ടാ. നാളന്തറയിൽ അലിയാർ കുഞ്ഞിക്കാന്റെ ബന്ധുവല്ലേ ഇരിക്കണേ, ഇനി നോ പ്രോബ്ലം. പരീതേ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയായിരുന്നു എന്റെ മോളെ വലിയൊരു തറവാട്ടിലേക്ക് കെട്ടിച്ചു വിടണമെന്ന്. ഏതായാലും പടച്ചോന്റെ കൃപ കൊണ്ട് നടന്നു. അക്കാര്യം നിങ്ങൾ നമ്മൾ ഏൽപ്പിച്ചപ്പോഴേ നിങ്ങൾക്ക് നോ പ്രോബ്ലം. ഇത്രയും ബുദ്ധിമുട്ടിയിട്ടൊരു കല്യാണം ഞാൻ എന്റെ ആയുസിൽ നടത്തിയിട്ടില്ല. ആഹാ, അവര് പഴയ തറവാട്ടുകാരല്ലേ. സ്വത്ത് കൊണ്ടാണെങ്കിൽ ഇന്ന് നാട്ടിലെ വമ്പന്മാരും. നിങ്ങൾ ഒരു ചായക്കടക്കാരൻ. ദാറ്റ് വാസ് മൈ പ്രോബ്ലം. പക്ഷെ ഇപ്പൊ നോ പ്രോബ്ലം. നിങ്ങളെ മോള് രക്ഷപ്പെട്ടല്ലോ. അവൾക്ക് ഇനി ഒരു രാജകുമാരിയെ പോലെ അവിടെ കയ്യ. കേട്ടാ, ഇവക്ക് ഈ ബന്ധം തീരെ ഇഷ്ടായിരുന്നില്ല. ഇപ്പൊ നീ എന്ത് പറയണു? നമ്മുടെ ബന്ധുത്തെ പറ്റി ഇവര് പറഞ്ഞ കേട്ടാ? കേട്ടു കേട്ടു. 5 നോട്ടുണ്ട്, 500 റുപ്യ. പറഞ്ഞതിൽ നിന്ന് ഒന്നും കുറച്ചിട്ടില്ല. ഇനിയിപ്പോ ലേശം കുറഞ്ഞ്. നോ പ്രോബ്ലം. മതി. അല്ലയാ, ഞാൻ പോവാണ്. ഇത്ര പെട്ടെന്നോ? പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പോരെങ്കിൽ ബാപ്പ സുഖമില്ലാതെ നടക്കൂല്ലേ. ആ, താഹിറ പോരുന്നില്ലേ? ഞാൻ പോണോന്ന് ഇക്കാക്ക് ഇത്ര നിർബന്ധം? പോണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇക്കാന്റെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ എന്നെ കൊണ്ടാവൂ. എപ്പോ നോക്കിയാലും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അവിടെ അസുഖം മാത്രമേ ഉള്ളൂ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ തറവാട്ടിലെ ബന്ധുതയെന്ന് കേട്ടപ്പോൾ എന്റെ ഉമ്മ ബാപ്പമാർ എല്ലാം മറന്നു. ആ മറവിയുടെ ഫലമാണ് ഞാനും അവരും ഇപ്പൊ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ പോലും ബോർഡിങ്ങിൽ കൊണ്ട് ചേർക്കേണ്ട ഗതികേടിൽ ഇവൾ കൊണ്ട് എത്തിച്ചു. എടീ, കൊച്ചു പെണ്ണാണെങ്കിലും ഉമ്മുക്കുൽസു അളിയനെ ശുശ്രൂഷിക്കുന്നത് കണ്ടു പഠിക്ക്. എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. 2 ചായ, 1 വിത്തൗട്ട്. പള്ളാർച്ച് പറ്റി വീങ്ങണ്ടല്ല. എന്താണ് യമകണ്ട കോള് വല്ലതും കിട്ടിയാ പറയാ? എന്ത് കോളിന്റെ കോയ? പിന്നെ ഇക്ക അവിടെ 1 രൂപ 10 പൈസ. ബുക്കിൽ എഴുതിക്കോ. പറ്റു കുറച്ച് അധികമായി. അതിനെന്താ, ഞാനില്ലേ? ഒലക്കല മൂടി. തന്റെ പേര് പറഞ്ഞാലും പറ്റണ്ടല്ല. പലചരക്കടക്കാരൻ ഹൈദ്രോസിക്ക സാധനം കടം തരൂല്ല. താൻ ചുമ്മാ കയറിയ ആളാകോ? ഉടമസ്ഥനെ ഹമീദക്ക സമ്മതിച്ച പിന്നെ സപ്ലയർ ആയ തനിക്കെന്താ? അല്ലോ, ഹമീദിക്ക് ഇങ്ങനെ സമ്മതിച്ചാണ് ഇതേ അലമാരിലെ പലഹാരത്തിന് എണ്ണം കുറഞ്ഞത്. കാലത്ത് തന്നെ കുറ്റിയും പറിച്ചിങ്ങാട് പോരും. ആരാന്റെ മുതലേ ഞമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടോന്നേ. ഇപ്പൊ തരാം, മനസ്സിലിരിക്കും. ഇപ്പൊ തരടോ, ഒന്ന് വെറുതെ ഇട്ടേ. കടം ചോദിക്കാൻ വന്നേക്കണ്ട കള്ളൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നളന്തറയിൽ അരിയാര് കുഞ്ഞിയുടെ വീട്ടിലെ കസേര കയറിയിരിക്കാൻ മാത്രം ചായക്കടക്കാരൻ ഹമീദ് വളർന്നോടാ.
ബാപ്പ എന്താ വന്ന കാലത്ത് തന്നെ നിക്കണേ? ഇരിക്കായിരുന്നില്ലേ? ആലോചിക്കാതെ അല്ല മോളെ, ആരെങ്കിലും വരട്ടെ എന്ന് കരുതി. മോക്കിവിടെ സുഖം തന്നെയല്ലേ? അതെ പാപ്പ. അൽഹംദുലില്ലാഹ്. നിനക്കിവിടെ ഒരു കുറവും വരില്ലെന്ന് വാപ്പക്കറിയാം. നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ സാധിച്ചത് നിന്റെയും എന്റെയും ഭാഗ്യ. നിന്റെ മാമ ഇല്ലേ ഇവിടെ? മാമയും അമ്മായി എവിടെ പോയിരിക്ക? ആ, വീട്ടില് ഉമ്മായിക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഇക്കായ്ക്ക് ബാപ്പയൊന്ന് കാണണമെന്ന്. അകത്തേക്ക് പോവാം. ആ, മാമയും അമ്മായിയും വന്നല്ലോ. ആ ഹമീദോ വന്നിട്ട് അധിക നേരായോ? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇരിക്ക്. ആ, ഇരിക്കാം. മോളെ കാണാൻ വന്നതായിരിക്കും. കാണാൻ മാത്രമല്ല, പിന്നെ കമറുദ്ദീനെയും ഉമ്മുക്കുൽസുവിനെയും വിരുന്നിന് കൊണ്ടുപോകാൻ വന്നതാ. വിരുന്നിന് കൊണ്ടുപോവാനോ? സംഗതി കൊള്ളാമല്ലോ ഹമീദേ. എന്റെ മോനെ കൊണ്ട് നിങ്ങളെ മോളെ കെട്ടിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ? എന്റെ മോനൊരു സൂക്കേടുകാരനായി പോയതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു. നിങ്ങളെ വരയിലേക്ക് എന്റെ മോനെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് എനിക്കിഷ്ടല്ല. വിരുന്നിനായാലും ശരി, മറ്റെന്തിനായാലും ശരി. എന്റെ നിലയും വിലയും ഞാൻ തന്നെ കാക്കണ്ടേ? എത്ര സ്വത്തും മുതലും ഉണ്ടെങ്കിലും നമുക്ക് ആ ബന്ധം വേണ്ട. അലിയാർ കുഞ്ഞിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു അന്തസ്സല്ലേ, അല്ലേ? അതെ അതെ, നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയുടെ ഗമയുള്ള അന്തസ്. കാശിന്റെയും പുത്തന്റെയും കാര്യം കേൾക്കുമ്പോ മനുഷ്യനിങ്ങനെ ബടക്കായാലോ? ചെവിട്ടില് മൂട്ട പോയ ജയിലിലെ അയലൊക്കെക്കാര് ചോദിക്കുന്നത് മോളെയും മരുമോനെയും വിരുന്നിന് കൊണ്ടിരുന്നില്ലേ? അവരങ്ങനെ പറയുന്നെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ് കളയാനൊക്കെ ഹമീദേ? എന്നാലും ഒന്നും പറയണ്ട, ഇത് നടക്കില്ല. എന്താ അവര് വന്നില്ലേ? ഇല്ല. അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന അലിയാർ കുഞ്ഞിക്ക് ഇഷ്ടമില്ലെന്ന്. എന്നവര് പറഞ്ഞോ? പിന്നെ പറയാതെ ഞാൻ ഊഹിച്ച് പറയണോ? അവർക്ക് അവിടെ വിലയും നിലയും നോക്കണ്ടേന്ന്. വെളിയും നിലയും നോക്കണമായിരുന്നെങ്കിൽ അവരെന്തിനാ കല്യാണം നടത്തിയത്? അത് അവരുടെ ആവശ്യമായിരുന്നു. ആണോ? എന്നാ പുതിയ ആപ്പിളെയും പുതിയ പെണ്ണിനെയും വിരുന്നിന് കൊണ്ടുവരുന്നത് നമ്മുടെ ആവശ്യമാണ്. നീ ഒന്ന് വെറുതെ ഇരിക്കുക. അവരെ വിരുന്നിന് കൊണ്ടുവന്നില്ലെന്ന് വിചാരിച്ച് ആകാശം ഒടിഞ്ഞു വീഴുവോ? ആലാക്കിന്റെ അവലും കഞ്ഞി. ചെക്കന് സുഖമില്ലെന്ന് പറഞ്ഞ് നിക്കാഹ് പുതിയ ആപ്പിളയുടെ വീട്ടില്. ഇപ്പൊ വിരുന്നിനും അയക്കില്ലെന്ന്. ഇത് എവിടത്തെ നാട്ടിലടപ്പാ? അത് കണ്ടോ? ഉമ്മുന്റെ നിക്കാഹിന്റെ അന്ന് നടന്നതാ അവരുടേത്. ഇപ്പൊ വിരുന്നിന് കൊണ്ടുവന്നിരിക്കുന്നു. ബിസ്മിയും ചൊല്ലി അകത്തേക്ക് കയറുമോളെ. ഇനി ഈ വീടിന്റെ എല്ലാ ചുമതലകളും നിനക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോളെ അല്ല, മോൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണ? അലുവയായിരിക്കും. കറുത്തതാ വെളുത്തതാ? അലുവയൊന്നും അല്ല, കുറച്ച് അച്ചപ്പവും കൊഴലപ്പുവാ. താനിതൊന്ന് പിടിച്ചേ. താനാ? നാട്ടുനടപ്പ് തെറ്റിച്ച് കല്യാണം ചെറുക്കന്റെ വീട്ടിൽ നടത്തിയതിന് നാട്ടുകാരെന്തൊക്കെയാ കുശോഷിക്കുന്നതെന്ന് ഇത്താത്തേക്ക് അറിയാമോ? ഇനിയിപ്പോ അവര് വിരുന്നിന് അയക്കില്ലെന്ന് പറഞ്ഞാല് നാട്ടുകാരുടെ മുമ്പില് ഞങ്ങൾ തല ഉയർത്തി നടക്കണ്ടേ? അലീമയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഉമ്മുക്കുൽസിനെ കൊണ്ടുപോയിക്കോ. ഉമ്മുക്കുൽസിനെ കാണാനല്ല നാട്ടുകാർ കാത്തിരിക്കുന്നേ, അവളുടെ കെട്ടിയവനെ കാണാനാ. അതാണ് ഒട്ടും നടക്കാത്തത്. അവനെ വിരുന്നിന് പറഞ്ഞയക്കാൻ അവന്റെ ബാപ്പ സമ്മതിക്കൂല. നിങ്ങളുടെ മോന് കെട്ടിച്ചു തന്ന അധികാരം നിങ്ങൾക്കുണ്ടെങ്കിലും അവളെ 10 മാസം ചുമന്ന് പെറ്റവളാ ഞാൻ. എനിക്കും അവളുടെ മേൽ കുറച്ച് അധികാരമൊക്കെ ഇല്ലേ? പെറ്റു വളർത്തിയ അവകാശമൊക്കെ കെട്ടിച്ചയച്ചപ്പോ തീർന്നില്ലേ താത്ത?
ആ അവകാശം തീർന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത്? കൊത്തി കൊത്തി മുറത്തേക്കാർ കൊത്തി തുടങ്ങിയോ? ഈ താഹിറാനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ അന്തസ് ഞങ്ങൾക്ക് നോക്കണ്ടേ അലീമ? പണത്തിന്റെ കുറവല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു അന്തസ്സു കുറവുമില്ല. അത് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി തത്താൻ നോക്കണ്ട. അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ടെന്താ? പന്നെ കയറിയപ്പോ തന്നെ ബന്ധുക്കാരിയാണെന്ന് പറഞ്ഞ് കട്ടിമേ കയറ്റി ഇരുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം വിട്ട് അകത്ത് കയറാൻ ഇവർക്കൊക്കെ ധൈര്യം വരുമായിരുന്നു. താഹിര, നിങ്ങളെ മാനം കെടുത്താൻ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇരിക്കലീമ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഉമ്മ പോകുന്നു മോളെ. പഠിച്ച മോളെ കാത്തു രക്ഷിക്കട്ടെ. താഹിര, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്താ ഉമ്മ? എന്റെ ഉമ്മ. ഉമ്മാക്ക് എന്ത് പറ്റി? ഉമ്മാക്കൊന്നും പറ്റിയില്ല. അവർ വന്നു പോയി, അത്ര തന്നെ. ആ തലമുറ നിന്നെ വയ്ക്കാൻ തുടങ്ങിയപ്പോ എനിക്കത് സഹിച്ചില്ല. ഞാനെന്തോ പറഞ്ഞു, അതെനിക്ക് അറിയിച്ചു പോയിരിക്കാൻ അവർ. അമ്മായി എന്താ തലമുറ നിന്ന് വെച്ചത്? അമ്മായി, അവരെ അമ്മായി എന്ന് വിളിക്കാൻ നാണാവുന്നില്ലേ? ഞാൻ കെട്ടിയ പെണ്ണിന്റെ ഉമ്മാനെ അമ്മായി എന്നല്ലാണ്ട് പിന്നെ ഉമ്മാന്ന് വിളിക്കുവോ? ഓ, കെട്ടിയ പെണ്ണ്. എന്തു പറ്റി? ഒരു ചായക്കടക്കാരന്റെ മോളായതുകൊണ്ടായിരിക്കും അല്ലേ? അതിൽ ആർക്കെങ്കിലും അന്തസ്സുകളുണ്ടെങ്കിൽ അവർ ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല. ഞാനിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കാ അവകാശം? ഇത് എന്റെ കൂടി വീടാണ്. കെട്ടിച്ചയച്ച പെണ്ണിനേക്കാൾ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനായി ഈ വീട്ടിലെ അവകാശം. എന്താ ഇവിടെ ഒരു ബഹളം? കേട്ടു പാപ്പ ഇക്ക പറഞ്ഞത്? എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശം ഇല്ലാന്ന്. എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. നേരാണോടാ? നീ എങ്ങനെ പറഞ്ഞോ? എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഉമ്മൂന് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലാത്രേ. നേരല്ലേ അവള് പറഞ്ഞത്? കെട്ടിക്കൊണ്ടുവന്നുള്ളതായിട്ട് 3 മൊഴിയുടെ ബന്ധമേ ഉള്ളൂ. എത്ര മൊയ്യല്ലാലും പോവാത്ത ബന്ധാടാ ഉമ്മയോടും ബാപ്പയോടും പെങ്ങന്മാരോടുള്ളത്. ഒരു പെണ്ണേ, ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായി തന്നെ കഴിഞ്ഞാ മതി കേട്ടോ. ആ, കരയുന്നോ? ചായക്കടക്കാരൻ ഹമീദിന്റെ മകളായിട്ടല്ല, ഖമറുദ്ദീന്റെ ഭാര്യയായിട്ട് നീ ഈ വീട്ടിൽ ജീവിക്കും. ഈയിടെ താഹിറെ കുറിച്ച് കൂടി പോകുന്നുണ്ട്. നിങ്ങൾ അവളെ നിലയ്ക്ക് നിർത്തണം.